Hi, my dear students. We are going to listen the Malayalam explanation and textual exercises of NCERT Class 6 English, Purvi textbook, Unit 3, Nurturing Nature. അപ്പൊ എന്താണ് nurturing nature എന്ന് വെച്ചാൽ നമ്മളെ പരിപോഷിപ്പിക്കുന്ന, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നേച്ചർ, പ്രകൃതി. അതാണ് ടോപ്പിക്കിന്റെ മീനിങ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലെസൺ ആണ് നീം ബാബ. Let us do these activities before we read. A tree is useful to us in many ways. Mention some of these uses. Write them in the picture given below. ഇപ്പൊ ട്രീസ് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് പല വിധത്തിലും, അല്ലെ? ഏതൊക്കെയാണത്? ഈ പിക്ചറിൽ എഴുതണം നമ്മൾ. സം പാർട്സ് ഓഫ് ട്രീസ് ആർ യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് മെഡിസിൻസ്. ഓൾറെഡി തന്നിട്ടുണ്ട്. ചെടിയുടെ ലീഫ്, അതിന്റെ തൊലി, റൂട്ടൊക്കെ പല മെഡിസിൻസിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വുഡ് എന്തിനു യൂസ് ചെയ്യും? is used for making furniture. പിന്നെ ട്രീ എന്തൊക്കെ നൽകും നമുക്ക്? gives us shade, അല്ലെ? ഫ്രൂട്ട്സ് തരും, ഒത്തിരി വൈറ്റമിൻസ് ആണ്, അത് നമ്മളെ ഹെൽത്തി ആക്കും. അപ്പൊ ട്രീസ് കൊണ്ടുള്ള എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് അതിവിടെ എഴുതുക. Neem is a common tree in our country. Discuss in groups of 4 and fill columns A and B with what you know about the neem tree and what you want to know. ഇപ്പൊ നീം ട്രീ എന്ന് വെച്ചാൽ ഏത് ട്രീ ആണ്? നമുക്ക് ആര്യവേപ്പിന്റെ ചെടിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആര്യവേപ്പ് ഒരു മെഡിസിനൽ ട്രീ ആണ്. വലിയൊരു മരമായിട്ട് വളരും, വർഷങ്ങളോളം നിന്ന അത് വലിയ മരമായിട്ട് വളരും. അപ്പോ എന്തൊക്കെ നമുക്ക് നീം ട്രീനെ കുറിച്ച് അറിയാം? വാട്ട് ഡു യു നോ? ഒരു ഇന്ത്യൻ ട്രീ ആണത്. ബിറ്റർ ടേസ്റ്റ് ആണ്, കയ്പുണ്ട്. അതിന് ഫ്രൂട്ട്സ് ഉണ്ട്, അത് സ്വീറ്റ് ആണ്. നീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പലതരത്തിലുള്ള നീമുണ്ട്. ഇവിടെ ആര്യവേപ്പിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ മെഡിസിൻസ് ഉണ്ടാക്കും അതുകൊണ്ട്, അതൊക്കെ നമുക്കറിയാം. ഇനി വാട്ട് ഡു യു വോണ്ട് ടു നോ? അതിന്റെ ഹൈറ്റ് എന്തോരം വരും? ഹൗ ലാർജ് ആർ ദെയർ ലീവ്സ്? വൈ നോട്ട് യൂസ് ആസ് വെജിറ്റബിൾസ്? മോർ യൂസ് ഇൻ അഗ്രികൾച്ചർ? അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ഉപകാരങ്ങൾ എന്നൊക്കെ നമ്മൾ അറിയണ്ടേ? അപ്പൊ അതാണ് ഇതിന്റെ അകത്ത് എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോറി തുടങ്ങാം. Let us read. Amber returned from school and sat down in the shade of the neem tree in her courtyard. അപ്പൊ ആംബർ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി, അവള് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ നീം ട്രീയുടെ അടിയിൽ ഇരിക്കുകയാണ്, കോർട്ട്യാർഡില്, മുറ്റത്ത്. She felt that the tree was whispering to her. അപ്പൊ അവൾക്ക് തോന്നാണ് ഈ ട്രീ എന്തോ സംസാരിക്കുന്നു, പുറുപുറുക്കുന്നു എന്നോടെന്ന്. She looked at the tree and spoke to the tree. അവൾ ആ ട്രീനെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. ആംബർ, നമസ്തേ, I am Amber. I would like to talk to you. May I? അപ്പൊ നീം ട്രീയോട് പറയാണ്, ഞാൻ ആംബർ ആണ്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്നുണ്ട്, എനിക്ക് സംസാരിക്കാവോ? അപ്പൊ നീം ബാബ പറയാണ്, നീം ട്രീ പറയാണ്, ഷുവർ ഡിയർ ആംബർ, ഐ നോ യു. യു പ്ലേഡ് ഇൻ മൈ ഷെയ്ഡ് ഇൻ യുവർ ചൈൽഡ്ഹുഡ്. യു മേ കോൾ മീ നീം ബാബ. നിന്നെ എനിക്ക് അറിയില്ലേ, നീ ചെറുപ്പകാലത്തിൽ ഈ എന്റെ താഴെ ഷെയ്ഡിലും അല്ലേ കളിച്ചു വളർന്നത്. ആംബർ, I have seen you almost everywhere. Please tell me something more about yourself. ഞാൻ നിന്നെ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. പ്ലീസ് എന്നോട് പറയൂ, നിന്നെ കുറിച്ച് കൂടുതൽ എനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. I am very old. നീം ബാബ പറയാണ്, ഞാൻ ഒത്തിരി വയസ്സായതാണ്. I was born billions of years ago somewhere in North India or Myanmar. ഞാൻ മില്യൻസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് നോർത്ത് ഇന്ത്യയിലോ മ്യാൻമാറിലോ ആണ് ഞാൻ ആദ്യമായി ജനിച്ചത്. എന്റെ ആ ഒരു കാറ്റഗറിയിലുള്ള നീം കാറ്റഗറിയിലുള്ള ട്രീ. സൂൺ മൈ ഫാമിലി സ്പ്രെഡ് ഔട്ട്സൈഡ് ഇന്ത്യ. പിന്നെ പെട്ടെന്ന് തന്നെ എന്റെ ഫാമിലി, എല്ലാ ട്രീസ് മുഴുവൻ ഇന്ത്യക്ക് പുറത്ത് സ്പ്രെഡായി. ഔട്ട്സൈഡ് ഇന്ത്യ? വേർ എൽസ് ക്യാൻ നീം ബി ഫൗണ്ട്? ഔട്ട്സൈഡ് ഇന്ത്യയിൽ എവിടെയാണ്? My family can be found in many Asian and African countries and even in some parts of America. അപ്പൊ എന്റെ ഫാമിലിനെ എവിടെയൊക്കെ കാണാൻ പറ്റും? പല പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. എവിടെയൊക്കെയാണ്? Asian and African countries and some parts of America. That's wonderful. Who gave you your name? ഈ പേര് ആരാ തന്നത് നിനക്ക്, നീം ട്രീന്ന്? The story of my name is very thought provoking. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് എന്റെ സ്റ്റോറി.
I was born in India and given Sanskrit names such as Arishta, the one who cures diseases, Nimba, Nimbaka. The name Neem is given by Iranians. അപ്പൊ കുറെ പേരുകൾ എനിക്കുണ്ടായിരുന്നു. സംസ്കൃതത്തില് അരിസ്ത എന്നായിരുന്നു, നിംബ എന്ന് പേരുണ്ടായിരുന്നു, നിംബാക്ക എന്നുണ്ടായിരുന്നു. അവസാനം ഇറാനിയൻസ് ആണ് എനിക്ക് ഈ പേര് തന്നത്, നീം എന്ന്. റിയലി? ശരിക്കും? യെസ്. In Hindi, my name is Nimb. In India, I have other names. Nim, Limba, Nimori, Nimbamod, Nimbe, and Nimo. You are so well known. That is wonderful. നീ വളരെ പ്രശസ്തനാണല്ലോ. നല്ല കാര്യം. Dear Amber, we become well known for what we do. അപ്പൊ നീംബാബ ആംബറിനോട് പറയാണ്, നമ്മൾ എന്താണോ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് അതാണ് നമ്മളെ പ്രശസ്തരാക്കുന്നത്. People find us useful and that is why they know us. ആളുകൾക്ക് മനസ്സിലായി ഞാൻ യൂസ്ഫുൾ ആണെന്ന്. അങ്ങനെയാണ് ഞാൻ പ്രശസ്തനായത്. Scientists call us bitter grace of God. അതിന്റെ ഇലയ്ക്ക്, നീമിന്റെ ഇലയ്ക്ക് ഭയങ്കര കയ്പാണ് അല്ലെ? അപ്പോ എന്താണ്, പക്ഷെ അത് ഭയങ്കര ഉപകാരമുള്ളതാണ്. അതുകൊണ്ട് സയന്റിസ്റ്റ് എന്നെ വിളിക്കുന്നത് ബിറ്റർ ഗ്രേസ് ഓഫ് ഗോഡ് എന്നാണ്. കയ്പുള്ളതാണെങ്കിലും ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണെന്ന്. നേച്ചേഴ്സ് ഗിഫ്റ്റ് ടു മാൻ. അത് കൂടാണ്ട് എന്റെ വേറൊരു പേരാണ് നേച്ചറിന്റെ ഗിഫ്റ്റ് മനുഷ്യർക്കുള്ള. ആൻഡ് ക്ലെൻലിനെസ് പാർട്ടിംഗ് ട്രീ. അപ്പൊ ഈ നീം ട്രീ, അതായത് സ്പെഷ്യലി ആര്യവേപ്പ്, കുറെ കാറ്റഗറി ഉണ്ട് നീം ട്രീക്ക്. നീമിന്റെ പല വേർഷൻസ് ഉണ്ട്. സാധാരണ ആര്യവേപ്പാണ് ഭയങ്കര ആ ഒരു എയറിനെ പ്യൂരിഫൈ ചെയ്യുന്ന ചെടിയാണെന്നാണ് പറയണത്. അപ്പൊ ക്ലെൻലിനെസ് പാർട്ടിംഗ് ട്രീ എന്നുകൂടി എന്തിന് പേരുണ്ട്? നമ്മുടെ നീം ട്രീക്ക് ഉണ്ട്. സം ഈവൻ കോൾ us മാജിക് ട്രീ ആൻഡ് ദ ട്രീ ഓഫ് ദ 20th century. പിന്നെ അതർ പീപ്പിൾ, വേറെ ആളുകൾ എന്തൊക്കെയാ വിളിക്കണേ? മാജിക് ട്രീ എന്ന് വിളിക്കും കുറച്ച് ആളുകള്. ചിലര് വിളിക്കും ദ ട്രീ ഓഫ് ദ 20th century എന്ന് വിളിക്കും. അപ്പൊ കുറെ പേരുകളുണ്ട് എനിക്ക്. ആംബർ ഫൗണ്ട് മെനി ഫാക്ട്സ് അബൌട്ട് നീം ട്രീ ഫ്രം നീം ബാബ. ഫിൽ അപ്പ് ദ ഫാക്ട് ബേസ്ഡ് ഓൺ വാട്ട് നീം ബാബ ടോൾഡ് ഹർ. പല കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു അല്ലെ? കോമൺ നെയിം എന്താണ്? നീം. ആരാണ് പേര് കൊടുത്തത്? ഇറാനിയൻസ്. പീരീഡ് ഓഫ് ബർത്ത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അല്ലെ? ബോൺ അറ്റ് നോർത്ത് ഇന്ത്യ ഓർ മ്യാൻമാർ. ഫൗണ്ട് ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് സം പാർട്സ് ഓഫ് അമേരിക്ക. കോമൺ നെയിംസ് എന്തൊക്കെയാണ്? നിംബ, നിംബാക്ക, നിംബ്, നിം, ലീംബ, നിമോറി, നിമോ, നിംബെ, നിംബബോത്. ഇനി നെയിംസ് ഗിവൺ ബൈ സയന്റിസ്റ്റ് എന്താണ്? ബിറ്റർ ഗ്രേസ് ഓഫ് ഗോഡ്, നേച്ചേഴ്സ് ഗിഫ്റ്റ് ടു മാൻ, ക്ലെൻലിനെസ് പാർട്ടിംഗ് ട്രീ. ഇനി നെയിംസ് ഗിവൺ ബൈ അതേഴ്സോ? മാജിക് ട്രീ, ദ ട്രീ ഓഫ് ദ 20th century. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി സെക്കൻഡ് പാർട്ട്, ആംബർ. I know that people clean teeth with your twigs and protect clothes with your leaves. എനിക്കറിയാം ആളുകള് നിന്റെ ലീഫ് വെച്ചിട്ട്, ട്വിഗ്സ് വെച്ചിട്ട്, ചെറിയ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും? പല്ല് തേക്കും, ക്ലീൻ ചെയ്യും ടീത്ത്. അതുകൂടാണ്ട് അത് അതിന്റെ ലീവ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്ത്സിലൊന്നും ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒന്നും വരത്തില്ല. Sometime back when my brother had measles, the doctor told us to put neem leaves on his bed and make him lie down on them. അപ്പൊ എന്റെ ബ്രദറിന് മീസിൽസ്, അത് ഈ നമ്മുടെ ചിക്കൻ ബോക്സ് പോലെയുള്ള അസുഖമാണ്. ഫീവറും ഉണ്ടാവും, റെഡ് സ്പോട്ടും ഉണ്ടാവും. അത് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ആര്യവേപ്പിന്റെ ലീഫ് ബെഡില് സ്പ്രെഡ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ കിടക്കാൻ. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? നീം ബാബയ്ക്ക് പറഞ്ഞു തരാവോ എന്താ അത് കാരണം എന്ന്? Neem Baba, the doctors know that neem leaves have chemical properties that destroy germs. എന്താണ് മീസിൽസ് വരുമ്പോ അതിന്റെ മേളിൽ കിടക്കാൻ ഡോക്ടർ പറയണ ഈ ലീഫിന്റെ? അത് ഈ നീം ട്രീയിൽ ചില കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് ജേംസിനെ കൊല്ലും. മീസിൽസ് കോസ് ഇച്ചിങ് ഓൾ ഓവർ ദ ബോഡി. ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോ എന്താണ്, ഇച്ചിങ് വരും, നമുക്ക് മാന്താനുള്ള ഒരു പ്രവണത വരും. അപ്പൊ എന്ത് പറ്റും? ഈ റെഡ് ആയിട്ടുള്ള സ്പോട്ടൊക്കെ പൊട്ടുമല്ലോ. അപ്പൊ അങ്ങനെ പൊട്ടാതിരിക്കാൻ, ഈ ഇച്ചിങ് ഫീലിംഗ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നീം ട്രീയുടെ ലീഫിൽ കിടക്കുന്നത്. നീം ലീവ്സ് ഗിവ് കംഫർട്ട് ആൻഡ് ഡു നോട്ട് അലൗ ജേംസ് ടു ബ്രീഡ്. അപ്പൊ നീം ലീവ്സ് വളരെ കംഫർട്ടബിൾ ആണ്, ഒരിക്കലും ജേംസിനെ ബ്രീഡ് ചെയ്യാൻ സമ്മതിക്കില്ല. Neem leaves, bark, flowers, fruits, and even roots can be used to make medicines to cure many diseases. അപ്പൊ നീം ലീവ്സിന് കുറെ യൂസസ് ഉണ്ട്. അത്
ലീവ്സ് കംഫർട്ട് തരും, ജേംസിനെ ബ്രീഡ് ചെയ്യാൻ സമ്മതിക്കില്ല. നീമിന്റെ ലീവ്സ്, ഫ്ലവേഴ്സ്, ബാർക്ക് എല്ലാം മെഡിസിൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അത് വളരെയധികം യൂസ്ഫുൾ ആണ് ഡിസീസസ് ഒക്കെ മാറ്റാൻ, ആയുർവേദത്തിൽ പ്രത്യേകിച്ച്. ആംബർ, യെസ്, ഐ വൺസ് ഹാഡ് എ കഫ് ആൻഡ് ഐ കുഡ് നോട്ട് ബ്രീത്ത് പ്രോപ്പർലി. എനിക്ക് പണ്ട് ചുമയും വന്നു, എനിക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മൈ ഗ്രാൻഡ് മദർ ക്യൂർഡ് മീ വിത്ത് എ മെഡിസിൻ മെയ്ഡ് ഫ്രം നീം ബാർക്ക്. അങ്ങനെ വന്നപ്പോ എന്റെ ഗ്രാൻഡ് മദർ നീമിന്റെ ബാർക്ക്, അതിന്റെ തൊലി കൊണ്ട് ഒരു മെഡിസിൻ ഉണ്ടാക്കി തന്നു. ആൻഡ് വെൻ മൈ ഫാദർ ഹാഡ് ഇച്ചിങ് ഇൻ ഹിസ് ഐസ് ഷീ പ്രിപ്പയർഡ് എ കാജൽ ഫ്രം നീം ഫ്ലവേഴ്സ്. എന്റെ ഫാദറിന്, അത് കൂടാതെ എന്റെ ഫാദറിന്റെ കണ്ണില് ഇങ്ങനെ ഇച്ചിങ് വന്നു, സ്ക്രാച്ച് ചെയ്യാൻ, ഒരു കടിക്കുന്നത് പോലെ ഫീൽ ചെയ്തപ്പം ഈ നീം ഫ്ലവേഴ്സ് കൊണ്ട് ഒരു കാജൽ, ഒരു എന്താണ് കൺമഷി ഉണ്ടാക്കി അത് യൂസ് ചെയ്തപ്പോൾ ഫാദറിന്റെ ആ ഇച്ചിങ് പോവുകയും ചെയ്തു. നീം ബാബ, ഓ ലിറ്റിൽ ആംബർ, യു നോ സോ മച്ച്. നീ കുട്ടിയാണെങ്കിലും നിനക്ക് എല്ലാം അറിയാലോ, കുറെ കാര്യങ്ങൾ അറിയാമല്ലോ. Remember, these remedies are to be used only by people who are well trained and have a lot of experience. അപ്പൊ ഒരു കാര്യം ഓർക്കണം നീ, ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സമ്മതത്തോടെ അറിവോടെ ആയിരിക്കണം. എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അനുവാദത്തോടെ ചെയ്യാവുള്ളൂ, അല്ലാണ്ട് തോന്നുന്ന പോലെ ചെയ്യരുത്. Yes, I will. തീർച്ചയായിട്ടും. Tell me, Neem Baba, is there any use of neem tree for farmers? Neem Baba പറയൂ, ഈ ഫാമേഴ്സിന് എന്തെങ്കിലും യൂസസ് ഉണ്ടോ ഈ നീം ട്രീ കൊണ്ട്? Yes. If the powder of neem seeds is mixed with water and sprayed it on the plants and trees, the locusts don't eat them. അപ്പൊ ഫാർമേഴ്സിന് ഒത്തിരി ഉപകാരമുണ്ട് നമ്മുടെ നീം ട്രീ കൊണ്ട്. അതിന്റെ സീഡ് അത് പൊടിച്ച് ഉണക്കി പൊടിച്ച് വാട്ടറിൽ കലക്കി പ്ലാന്റ്സിലും ട്രീസിലൊക്കെ അടിച്ചാൽ ലോക്കസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഇൻസെക്ട്, ചെറിയ ചെറിയ പറക്കുന്ന ഇൻസെക്റ്റുകളില്ലേ, ഈ നമ്മുടെ കൃഷികളൊക്കെ നശിപ്പിക്കുന്ന വെള്ള കളറിലുള്ള ചെറിയ ചെറിയ കീടങ്ങള്, അതുങ്ങളൊന്നും വരില്ല. അതുങ്ങളൊന്നും ഈ ഇലയൊന്നും തിന്നാനും പറ്റില്ല, അതുങ്ങൾക്ക് പറ്റത്തില്ല കഴിക്കാൻ. ഇഫ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ റൈസ് ഫീൽഡ്സ് വേർ വാട്ടർ റിമെയിൻസ് സ്റ്റാൻഡിങ്, ഇറ്റ് സ്റ്റോപ്പ് മോസ്കിറ്റോ ബ്രീഡിങ് ആൻഡ് ഹെൽപ്പ് ടു ഇൻക്രീസ് ക്രോപ്പ് ഫീൽഡ്. ഇനി അത് ഈ റൈസ് ഫീൽഡില്, നമ്മുടെ പാടശേഖരങ്ങളിലൊക്കെ യൂസ് ചെയ്താലോ, വേർ വാട്ടർ റിമെയിൻസ് സ്റ്റാൻഡിങ്, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ മോസ്കിറ്റോസിന്റെ ഒക്കെ ബ്രീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യും. അതുകൂടാണ്ട് കുറേ ക്രോപ്സും കിട്ടും, നമുക്ക് കുറേ വിളവെടുപ്പും കിട്ടും. ഇറ്റ് ഓൾസോ സേവ്സ് ദ ക്രോപ്പ് ഫ്രം ടെർമൈറ്റ്സ്. അതുകൂടാതെ ചിതലുണ്ടല്ലോ, വുഡൊക്കെ നശിപ്പിക്കുന്ന ചെതലിനെയും സ്റ്റോപ്പ് ചെയ്യാൻ ഇതിന് കഴിവുണ്ട്. വിച്ച് ഈറ്റ്സ് റൂട്ട്സ് ഓഫ് ദ ക്രോപ്പ്. അപ്പൊ ഈ ചെതലുകൾ വന്ന് ക്രോപ്പിന്റെ, നമ്മുടെ ചെടികളുടെ ഒക്കെ അടിഭാഗം റൂട്ട്സ് കഴിക്കും, അതൊക്കെ കൺട്രോൾ ചെയ്യും നമ്മുടെ നീം. And it also stops breeding of other insects that eat crops. അതുകൂടാതെ ഏതൊരു ഇൻസെക്റ്റ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മുടെ നീം ട്രീക്ക് കഴിവുണ്ട്. നീമിന്റെ ലീവ്സിനും എല്ലാ പാർട്സിനും കഴിവുണ്ട്. ആംബർ, ദാറ്റ് മീൻസ് ഇഫ് യു പുട്ട് ദ പൗഡർ ഓഫ് നീം സീഡ്സ് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് വെച്ചാൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്ന, കെട്ടിക്കിടക്കുന്ന വെള്ളം, around our homes, mosquitoes won't breed in them. This must be a cost-effective method to stop mosquitoes from breeding. അപ്പൊ ഈ പൗഡർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചാൽ വലിയ കാശൊന്നും മുടക്കാതെ നല്ലൊരു മോസ്കിറ്റോസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെഡിസിനായി മാറും അല്ലേ? പ്ലീസ് ടെൽ മീ അതർ യൂസസ് ഓഫ് നീം ഇൻ യുവർ ഡെയിലി ലൈഫ്. ഇത്ര പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ്, കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാവോ? ഡെയിലി ലൈഫിൽ നമുക്ക് ഈ നീം ട്രീ കൊണ്ട് എന്തൊക്കെ ഉപകാരം ഉണ്ടെന്ന്. അപ്പൊ ഇതുവരെയുള്ള ഉപകാരങ്ങൾ നമ്മൾ എന്തോരം പഠിച്ചല്ലേ, നമുക്ക് എന്തോരം യൂസ്ഫുൾ ആയിരിക്കും ഈ ഉപകാരങ്ങളൊക്കെ നമ്മുടെ ലൈഫില്. Neem Baba, of course. People save their stored grains from insects by adding neem seed powder on them. അടുത്ത ഉപകാരം, നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇതെന്നാ. നമ്മുടെ വീട്ടില് സ്റ്റോറില് ഗ്രെയിൻസ് ഒക്കെ ഉണ്ടല്ലോ, അരിയൊക്കെ വെക്കുമ്പോ അത് ഇൻസെക്ട് വരാതെ നമുക്ക് സംരക്ഷിക്കാം. എങ്ങനെയാണ്? അവന്റെ നീം പൗഡർ, സീഡിന്റെ പൗഡറോ അല്ലെങ്കിൽ അതിന്റെ ലീഫിന്റെ പൗഡർ, അല്ലെങ്കിൽ ലീഫ് വെച്ചാലും മതി. ഇതിന്റെ അകത്ത് പറയുന്നില്ല, ലീഫ് വെച്ചാലും മതി, കാരണം സീഡ് ഉണ്ടാവണേ കുറെ നാള് പിടിക്കും. നീം ഓയിൽ ഈസ് ഓൾസോ യൂസ് ടു മേക്ക് സോപ്സ് ആൻഡ് ടൂത്ത് പേസ്റ്റ്. ആ നീമിന്റെ ഓയിൽ, ഈ സീഡ് കൊണ്ട് ഓയിൽ ഉണ്ടാക്കാം. അത്
സോപ്പ് ഉണ്ടാക്കാനും ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഫർണിച്ചർ മെയ്ഡ് ഫ്രം നീം വുഡ് ഇസ് നോട്ട് ഈറ്റൻ ബൈ ടെർമൈറ്റ്സ്. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ നീം ട്രീ വർഷങ്ങളോളം നിന്ന ഒരു വലിയ ട്രീ ആവും. അതിന്റെ ഫർണിച്ചർ കൊണ്ട് അതിന്റെ വുഡ് കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കിയ ഒരു ഇൻസെക്റ്റും അത് കുത്തിക്കളയത്തില്ല. നീം ഓൾസോ പ്യൂരിഫൈസ് ദ എയർ. ഓൾറെഡി പറഞ്ഞു, എയർ പ്യൂരിഫൈ ചെയ്യും. അതായത് എയറിലെ ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കില്ല് ചെയ്യും. ദർ ആർ മെനി ക്വാളിറ്റീസ് യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ഇത് കൂടാതെ പല ക്വാളിറ്റീസും ഡിസ്കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ചെയ്യും ഫ്യൂച്ചറിൽ. വിൽ യു ഡിസ്കവർ ദം വെൻ യു ഗ്രോ അപ്പ്? നീ വലുതാവുമ്പോൾ നീം ട്രീയെ കുറിച്ച് കൂടുതൽ പഠിച്ച് കുറെ കാര്യങ്ങൾ കൊണ്ട് ഡിസ്കവർ ചെയ്യുമോ? ആംബർ: യെസ് നീം ബാബ, ഐ വിൽ. താങ്ക് യു ഫോർ യുവർ ടൈം ടുഡേ. തീർച്ചയായിട്ടും ഞാൻ വലുതാവുമ്പോ, പഠിച്ച് വലിയ ആളാവുമ്പോ തീർച്ചയായിട്ടും നീം ട്രീയുടെ അതർ യൂസസ് കൂടി കണ്ടുപിടിച്ച് ഹെൽപ്പ് ചെയ്യും. നീം ബാബ ബ്ലസ് യു മൈ ചൈൽഡ്. ദൈവം നിന്നെ ബ്ലസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നീം ബാബ ആ കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത് എഴുതിയത് SI ഫറൂഖിയാണ് കേട്ടോ. അഡാപ്റ്റഡ് ഫ്രം നീം ബാബ. ഓക്കെ, നമുക്കൊരു ടെക്സ്റ്റൽ എക്സസൈസസ് പെട്ടെന്ന് നോക്കാം കേട്ടോ. ഹൗ ഇസ് നീം യൂസ്ഫുൾ ടു ഫാമേഴ്സ്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സീഡ് പൗഡർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത ക്രോപ്സിൽ അടിച്ച ഇൻസെക്ട്സ് വരത്തില്ല, ടെർമൈറ്റ്സ് വരില്ല, ലോക്കസ്റ്റുകളെയൊക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ മോസ്കിറ്റോസ് സ്റ്റാഗ്നന്റ് വാട്ടറിൽ വളരുകയുമില്ല. മെൻഷൻ സം ഓഫ് ദ യൂസസ് ഓഫ് നീം ട്രീ. എന്തൊക്കെയാണ്? നീം ട്രീ കൊണ്ട് ഫർണിച്ചർ ഉണ്ടാക്കാം, അത് ടെർമൈറ്റ്സ് ഒന്നും അറ്റാക്ക് ചെയ്യില്ല. പിന്നെ ക്ലോത്ത്സും ഗ്രെയിൻസും ഒക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇത് പ്യൂരിഫൈ ചെയ്യും. എന്തിനെ? എയറിനെ. പിന്നെ അതിന്റെ ലീഫ് കൊണ്ട് നമുക്ക് ട്വിഗ് കൊണ്ട് ടീത്ത് ഒക്കെ ക്ലീൻ ചെയ്യാം. അങ്ങനെ all its parts are used to make medicines. അത് ലീവ്സ് ഓൾസോ പ്രൊട്ടക്ട് ദ സ്റ്റോർ ഗ്രെയിൻസ്. അപ്പൊ എല്ലാ പാർട്ടും നമുക്ക് യൂസ്ഫുൾ ആണ് അല്ലെ? Now let us think and reflect. You just read about the neem tree. Write any 2 facts that surprise you the most. എന്തൊക്കെയാണ് മോസ്റ്റ് സർപ്രൈസ് ചെയ്ത്? പലർക്കും പലതായിരിക്കും. എന്താണ്? all parts of tree are the medicinal value and furniture made of neem wood cannot be attacked by termites. അതാണ് എന്നെ സർപ്രൈസ് ചെയ്തത്. We complete the following sentences. The old man asked Amber to call him Neem Baba because he was very old. ബാബ എന്നൊക്കെ വിളിക്കുന്ന വയസ്സായവരെയാണ് അല്ലെ? നീം സീഡ് പൗഡർ പ്രൊട്ടക്ട്സ് ക്രോപ്പ് ഫ്രം. നീം സീഡിന്റെ പൗഡർ എന്തിനെയൊക്കെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ടെർമൈറ്റ്സ്, ചെതലുകള്, മോസ്കിറ്റോസ്, ഇൻസെക്ട്സ്, ലോക്കസ്റ്റ് എന്ന് വെച്ചാൽ ചെറുപ്രാണികള് കേട്ടോ. Powdered neem seeds mixed with water spray is a cost-effective method to stop mosquitoes from breeding in stagnant water. അപ്പോൾ നീം സീഡ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന പൗഡർ അതുകൊണ്ട് വാട്ടർ സ്പ്രേ ചെയ്ത മോസ്കിറ്റോസ് ഒന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ വളരില്ല. അത് ഒട്ടും പണച്ചിലവില്ലാത്ത ഒരു മെത്തേഡാണ്. One reason why doctors advise us to use neem leaves for someone suffering from measles. ഇപ്പൊ മീസിൽസ് വരുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ നീം ലീവ്സ് യൂസ്ഫുൾ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് കിൽസ് ജേംസ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ബ്രീഡിങ് ആൻഡ് ഗീവ് കംഫർട്ട് ടു ദ പേഷ്യന്റ് അല്ലെ? അത് ജേംസിനെയൊക്കെ കില്ല് ചെയ്യും, ബ്രീഡ് ചെയ്യാൻ അനുവദിക്കില്ല. അപ്പൊ പേഷ്യന്റിന് ഇച്ചിങ് ഒന്നും വരില്ല, കംഫർട്ടബിൾ ആയിട്ട് കിടക്കാം. വൈ ക്യാൻ നീം ബാബ നോട്ട് റിമെമ്പർ ദ ഇയർ വെൻ ഹി വാസ് ബോൺ? എന്തുകൊണ്ടാണ് നീം ബാബയ്ക്ക് ജനിച്ച വർഷം ഓർമ്മയില്ലാത്തത്? കാരണം ആസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഹാവ് പാസ്ഡ് സിൻസ് ഹി വാസ് ബോൺ. വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഉണ്ടായത് അല്ലെ? അപ്പൊ ഒന്നും ഓർക്കുന്നില്ല. വിച്ച് പാർട്സ് ഓഫ് ദ നീം ട്രീ ആർ യൂസ് ടു മേക്ക് മെഡിസിൻസ്? നീം ട്രീയുടെ ഏത് പാർട്ടാണ് മെഡിസിൻ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണേ? എല്ലാ പാർട്ടും, ഓൾ പാർട്സ് ഓഫ് ദ നീം ട്രീ അല്ലെ ആർ യൂസ് ഫോർ മേക്കിംഗ് മെഡിസിൻ. അതിന്റെ ഫ്രൂട്ട്, അതിന്റെ സീഡ്, ലീഫ്, ബാർക്ക്, റൂട്ട് എല്ലാ മെഡിസിൻസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം, കുറച്ച് വേർഡ്സ് നോക്കൂ. സംതിങ്, വെൽ നോൺ, ചൈൽഡ്ഹുഡ്, നീം ഓയിൽ, ഗ്രാൻഡ് മദർ, വെൽ ട്രെയിൻ, ക്ലെൻലിനെസ് പാർട്ടിങ്, സീഡ് പൗഡർ, തോട്ട് പ്രൊവോക്കിംഗ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 3 ടൈപ്സ് ഓഫ് വേർഡ്സ് ആണ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസസ് ബിറ്റ്വീൻ ദ വേർഡ്സ്. ഇവിടെ നോക്കൂ, ഇതിൻ്റെ അകത്ത് വേർഡ്സിന്റെ ഇടയിൽ സ്പേസ് ഉണ്ട്. വെൽ നോണിനുണ്ട്,
നീം ഓയിലിനുണ്ട്, വെൽ ട്രെയിനുണ്ട്, സീഡ് പൗഡറിനുണ്ട്. അപ്പൊ ഇത് എന്താണ്? ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ആണ്, സ്പേസസ് ബിറ്റ്വീൻ വേർഡ്സ്. ഇനി ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ട്, അതിന് നോ സ്പേസസ് ബിറ്റ്വീൻ ദ വേർഡ്സ്. നോക്ക്, ചൈൽഡ്ഹുഡില് സ്പേസ് ഇല്ല. സംതിങ്, സം ഉണ്ട്, തിങ് ഉണ്ട്, പക്ഷെ സ്പേസ് ഇല്ല. ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ, പക്ഷെ ഒരുമിച്ചാണ്, നോ സ്പേസ്. അപ്പൊ ഈ 3 വേർഡ്സും എന്താണ്? ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്. തേർഡ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഈ 2 വേർഡ്സ് നോക്കൂ. ക്ലെൻലിനെസ് പാർട്ടിങ്, തോട്ട് പ്രൊവോക്കിംഗ്. ഒരു ഹൈഫൻ നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാം. 2 വേർഡാണ്, അത് ഒരു ഹൈഫൻ ഇട്ട് പാർട്ട് ചെയ്തിരിക്കുന്നു, പക്ഷെ അതൊരു സിംഗിൾ മീനിങ്ങിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഓക്കെ, ഓൾറെഡി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. Now, words that tell us what a person is doing are called verbs. Verbs നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ? Action words are called verbs. In the table given below, match the verbs in the first column showing action in the present to verb in the second column showing action in the past. Make a sentence with one form of the verb. അപ്പോൾ ഫസ്റ്റില് പ്രസന്റ് വേർഡ്സും സെക്കൻഡില് പാസ്റ്റ് വേർഡ്സും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യുക. നോക്കൂ, പ്രസന്റിൽ വെച്ചിട്ട് നമുക്ക് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പ്രസന്റ് ടെൻസ് വെച്ച് I want to become a teacher when I grow up. I want to become. Now, past word of become എന്താണ്? Became. Okay, ഇനി find. I can find my way home. Find in the past എന്താണ്? Found. Make. Make a doll for me. You please make a doll for me. What is the past word of make? Made. Discover. I can discover the way home. Discover means കണ്ടുപിടിക്കുക. ഇനി അതിന്റെ past word എന്താണ്? Discovered. Tell. Don't tell lies. നുണ പറയരുത്. Tellന്റെ past word told. Give. Give me my book. എന്റെ ബുക്ക് തരൂ. Giveന്റെ past word gave. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പ്രസന്റും പണ്ട് നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി പാസ്റ്റ് വേർഡ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Now, നീം ബാബ സ്പീക്സ് ടു ആംബർ ആസ് ഇഫ് ഹി ഈസ് എ പേഴ്സൺ. ഇപ്പൊ നമുക്കറിയാം നീം ബാബ ഒരു ട്രീ ആണ് അല്ലേ? പക്ഷെ ഇതിന്റെ അകത്ത് റൈറ്റർ ഈ ട്രീ സംസാരിക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പൊ സംസാരിക്കില്ലെന്ന് നമുക്കറിയാം, പക്ഷെ റൈറ്റർ സംസാരിക്കാനുള്ള കഴിവ് ആർക്ക് കൊടുത്തിരിക്കുകയാണ്? നീം ബാബയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അത് റൈറ്റർ നമുക്ക് രസകരമായിട്ട് വായിക്കുവാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലെ? അങ്ങനെ യൂസ് ചെയ്യുന്ന റൈറ്റർ യൂസ് ചെയ്യുന്ന ഒരു ഇതിനാണ്, ഫിഗർ ഓഫ് സ്പീച്ചിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നീം ബാബ നമുക്ക് എല്ലാവർക്കും അറിയാം അത് സംസാരിക്കാൻ കഴിവില്ല, ട്രീ അങ്ങനെ സംസാരിക്കില്ല. പക്ഷെ നമ്മുടെ റൈറ്റർ ഭംഗിക്ക് വേണ്ടിയും കുട്ടികൾക്ക് രസിച്ച് വായിക്കുന്നതിന് വേണ്ടിയും ആ നീം ബാബയ്ക്ക് മനുഷ്യ സഹജമായ പല കഴിവുകളും കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പോയറ്റ് കൊടുക്കുന്ന കഴിവ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പേഴ്സോണിഫിക്കേഷൻ. വേറെ കുറെ ഈ 2 ലൈൻസ് നോക്കൂ. The leaves whispered in the wind. വിസ്പർ ചെയ്യുന്നത് ആരാ? മനുഷ്യരാണ് സാധാരണ അല്ലെ? ലീവ്സ് അങ്ങനെ വിസ്പർ ചെയ്തു പുറപുറത്തു എന്ന് നമ്മൾ പറയുമോ? പക്ഷെ പോയറ്റിന് യൂസ് ചെയ്യാം. പോയറ്റ് ആ ലീവ്സിന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തേക്കാണ്. അതായത് ജീവൻ, അങ്ങനെ ഒരു മനുഷ്യനല്ലാത്ത ഒരു ആൾക്ക്, ഒരു സാധനത്തിന് മനുഷ്യരുടെ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. The flowers danced merrily. ആരാണ് ഡാൻസ് ചെയ്യുക? നമ്മൾ ഹ്യൂമൻ ബീങ്സ്, ചിലപ്പോൾ എന്തെങ്കിലും ആനിമൽസ് ഒക്കെ ഡാൻസ് ചെയ്യായിരിക്കും. ഫ്ലവേഴ്സിന് നമ്മൾ ഡാൻസ് ചെയ്യുകയാണ് ഒറിജിനലി, പക്ഷെ പോയറ്റ്സ് എപ്പോഴും പറയും ഫ്ലവേഴ്സ് ആർ ഡാൻസിങ് എന്ന്. കാരണം ഫ്ലവേഴ്സിന് ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തു, അതുകൊണ്ടാണ് ഡാൻസ്ഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പേഴ്സോണിഫിക്കേഷൻ. ഓക്കെ, പേഴ്സോണിഫിക്കേഷൻ. ഇനി ലിസൺ ചെയ്യേണ്ടത് 101 ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, അത് വായിക്കുക. അതിൻ്റെ അകത്ത് എയും സിയും ഡിയും ട്രൂ വേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ, ഡ്രൈ ലീവ്സ് കളക്ട് ചെയ്യുക നിങ്ങളുടെ ചുറ്റുമുള്ളത്, എന്നിട്ട് നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നീട്
ഇത് റൈറ്റിംഗിൽ കൊടുത്തിരിക്കുന്നത് യു ഹാവ് ഹേർഡ് read about neem baba and learned many things about the neem tree. Look around your neighborhood and write a paragraph about one tree that you like. നിങ്ങൾക്ക് ഏതെങ്കിലും ട്രീനെ കണ്ടുപിടിക്കാം. മാംഗോ ട്രീ എവിടെയാണ്? ഇൻസൈഡ് മൈ കോർട്ട്യാർഡ്. ഇനി എന്തോ ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ മാംഗോ ട്രീ ട്ടോ. മാംഗോ ട്രീ ഈസ് വെരി ബിഗ്. മൈ ഗ്രാൻഡ് ഫാദർ planted that. അപ്പൊ എല്ലാ വർഷം ഇതുണ്ടാവും. ഫ്രൂട്ട്സ് ആർ there. It's very tasty, and the leaves are very narrow, and almost in the month of January, February, it flowers, and in the month of May and June, it gives you very sweet and beautiful flowers. Sorry, fruits. അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്യുന്നത്? മെഡിസിൻ. ഇറ്റ്സ് യു ക്യാൻ യൂസ് ദ ലീഫ് ഓഫ് മാംഗോ ട്രീ ടു ക്ലീൻ യുവർ ടീത്ത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ നിങ്ങൾ പാരഗ്രാഫിന് ഒരു ടൈറ്റിലും കൊടുക്കണം. അപ്പൊ ഇതാണ് ഈ ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എല്ലാ ലെസണുകളും മലയാളം എക്സ്പ്ലനേഷൻ ഇടാം കേട്ടോ. Okay, bye children. See you in the next class. Bye.